അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ഒഴിഞ്ഞു പോകണം. കൃത്യമായിരിക്കുന്ന ഇറാൻ്റെ നിലപാട് ഇതാണ് എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിരന്തരം അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം വിപുലപ്പെടുത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നു. ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറാൻ അതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങൾ അമേരിക്കയുടെ മേഖല അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത് തുടരും എന്ന് തന്നെയാണ്. ജനവാസ കേന്ദ്രത്തെയോ അതല്ലെങ്കിൽ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സർക്കാരിൻ്റെയോ അവരുടെ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതിനോ തങ്ങൾ ആക്രമിക്കുകയില്ല. അത്തരം ഒരു സംഭവം നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങളത് അന്വേഷിക്കണം, അതിൽ മൊസാദിൻ്റെ കൈകടത്തൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം ബഹ്റൈൻ കേന്ദ്രീകരിച്ചുകൊണ്ടും ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടന്നിട്ടുണ്ട്, പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഡ്രോൺ ആക്രമണം നടന്നു, ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൽഖർജ് മേഖല പ്രവർത്തിക്കുന്ന ഈ കിങ് സൽമാൻ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 മിസൈൽ വന്നു അല്ലെങ്കിൽ 3 ഡ്രോൺ വന്നു എന്ന റിപ്പോർട്ട് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നു. ഇസ്രായേലിലേക്ക് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയും പുറത്തു വരുന്നു. അപ്പോൾ ഈ മേഖല ഇപ്പോഴത്തെ അറേബ്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്, അറേബ്യൻ രാജ്യങ്ങളിലുള്ള എല്ലാ എംബസികളും അമേരിക്കയുടെ എല്ലാ എംബസികളും കോൺസുലേറ്റും അടച്ചുപൂട്ടിയിട്ടുണ്ട്. പല ആളുകളും, അതായത് അമേരിക്കൻ പൗരന്മാർ ഒരുപാട് സ്ഥാപനങ്ങളിൽ വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ജനറൽ മാനേജർ പോലെയുള്ള തസ്തിക, ഏറ്റവും ടോപ്പ് തസ്തികയും ഏറ്റവും ടോപ്പ് ശമ്പളമുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് പരിഗണിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അവർ താമസ സ്ഥലം പോലും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 8ഓളം ഇറാൻ്റെ ചാരന്മാരെ ഖത്തറിൽ വെച്ച് പിടിക്കപ്പെട്ട വിവരം പുറത്തു വന്നു. 2 എന്ന് പറയുന്നുണ്ട്, 8 എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഖത്തർ കേന്ദ്രീകൃതമായ രീതിയിൽ അമേരിക്കയുടെ ആളുകൾ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, താമസിക്കുന്നത്, അവിടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന വിവരം ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ചാരസംഘം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഖത്തറിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 6-ലധികം ഈ മൊസാദ് ചാരന്മാരെ പിടികൂടിയിരുന്നു. ഈ ഖത്തറിൻ്റെ രഹസ്യ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കും ഉദ്ദേശം. പ്രത്യേകിച്ച് സാങ്കേതിക രംഗത്തൊക്കെ ഖത്തർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട്. അത് ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് ചോർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു 8ഓളം പേരെ അറസ്റ്റ് ചെയ്തത്. പിന്നെ അവരുടെ ശിക്ഷാ നടപടിയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് നടക്കുന്നത്. മിസൈൽ ആക്രമണം ഈ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്ക ഏത് ഉദ്ദേശത്തിലാണ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ അബ്രഹാം ലിങ്കൺ കപ്പൽ, ഇത് അറബിക്കടലിലാണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവേദന യുദ്ധക്കപ്പലുള്ളത്. അത് വീണ്ടും 100 നോട്ടിക്കൽ മൈൽ പിറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 4-ലധികം മിസൈലുകൾ ഇന്നലെ വന്നിട്ടുണ്ട്, പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്, അമേരിക്ക പറയുന്നത്. എന്നാൽ ഇത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് അവരുടെ സഹ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ നടന്നിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത് ഖത്തറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇന്നലെ അല്ലെങ്കിൽ മെനയാതാണ് ആക്രമണം നടന്നത്, ഇന്നലെയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അത് അവരുടെ ഹുദൈദ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 5000-ഓളം കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം നടത്തുന്ന റഡാർ സംവിധാനം ഇറാൻ തകർത്തു. അപ്പോൾ 5000 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഏഷ്യ അപ്പാടെയും യൂറോപ്പിൻ്റെ മേഖലകളും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിയിട്ട് അവർക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ അപ്പപ്പോൾ വരുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണ്. $2.5 ബില്യൺ അതിന് ചെലവാക്കി അവരവിടെ സ്ഥാപിച്ചത്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ സിഗ്നൽ തകർന്നു പോയിരിക്കുന്നു, അതിനെ തകർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ഒക്കെ വലിയ രീതിയിലുള്ള
ആകാംക്ഷയും എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സമ്പത്ത് അനാവശ്യമായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനോട് യോജിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിപക്ഷ സമയത്ത് അവരും അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ അമേരിക്കക്കകത്ത് വിമർശനം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ ഇറാന് കേന്ദ്രീകൃതമായ രീതിയിലുള്ള ഒരു നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ പുതിയ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞങ്ങളെയും കൂടി അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആളെ നിയമിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഭരണമാറ്റം രണ്ടും ഒന്ന് തന്നെയാണ്. അതൊന്ന് വൈഡായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത നേതാവ് എന്ന് പറയുന്നത് സുപ്രീം ലീഡറാണ്. അയാൾക്ക് കീഴിലാണ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണ്ടാകുക. ഈ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, പാർലമെൻറ്റ്, അതോടൊപ്പം തന്നെ അവിടുത്തെ സൈനിക നേതൃത്വം, പിന്നീട് അവിടുത്തെ കോടതികൾ എല്ലാം വരുന്നത് ഈ സുപ്രീം കമാൻഡറിൻ്റെ കീഴിലാണ്. അപ്പോൾ സുപ്രീം കമാൻഡർ തങ്ങൾ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ തങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണം, തങ്ങൾ നിർദ്ദേശിക്കുന്ന ആളെ വെക്കണം എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ യഥാർത്ഥ സാരാംശം എന്ന് പറഞ്ഞാൽ ഭരണമാറ്റം എന്ന് തന്നെയാണ്. അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണെന്ന് അറിയാം. പക്ഷേ യുദ്ധത്തിൽ പല തന്ത്രങ്ങളും പല യുക്തികളും ഒക്കെ പ്രയോഗിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയ്ക്കും ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 500-ലധികം സൈനികർ അമേരിക്കയുടേത് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ്റെ സൈനിക മേധാവികളും അവരുടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അവരുടെ ചാനലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് പുറത്തു വരികയും ചെയ്തതാണ്. എന്നാൽ ഏത് മേഖല എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പുകളൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടർ നിലപാടുകൾ ഒന്നും അമേരിക്ക പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും സൈനികർ മരണപ്പെടുന്നതോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ഒരു വിശദീകരണം ഇസ്രായേലോ അമേരിക്കയോ ചരിത്രത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരു 100 പേരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയാണ്. അത് രണ്ട് കാര്യമാണ് പറഞ്ഞത്. അതൊരു യുദ്ധത്തിൻ്റെ തന്ത്രമാണ്. ഒരു കാര്യം, യുദ്ധം ചെയ്യുന്ന, അതായത് അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അമേരിക്കയുടെ സൈനികരുടെ മാനസികാവസ്ഥ ഒന്ന് ദൃഢപ്പെടണമെങ്കിൽ തങ്ങളുടെ സൈനികർ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ബോധ്യമാണ്. രണ്ടാമത്തത്, ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഉണർവുണ്ടാവും. തങ്ങൾ ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ തങ്ങൾ ഒന്നും കൂടി സജീവമായി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ പറ്റും എന്നുള്ള ഒരു രീതികൾ അല്ലെങ്കിൽ ഒരു മാനസികപരമായിരിക്കുന്ന ഒരു മാറ്റം ശത്രുപക്ഷത്തും ഉണ്ടാവും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ അവർ പറയാത്തത് എന്ന് ചുരുക്കം. അപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാര്യം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളുമായി ഏറ്റുമുട്ടിയ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ ഒരു കപ്പൽ അപ്പാടെ തന്നെ മുങ്ങിപ്പോയിട്ടുണ്ട്. അത് പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ച ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത് ഏതോ തരത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നുണ്ട്. 4 കപ്പലിൽ മാരകമായിരിക്കുന്ന പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കയുടെ സൈനിക ബേസ്, അറേബ്യൻ രാജ്യത്തുള്ള എംബസി, കോൺസുലേറ്റ്, അവരുടെ താമസ സ്ഥലം, അവരുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്കൊക്കെ നിരന്തരം മിസൈൽ ആക്രമണം, അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണമൊക്കെ നടന്നു വരുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വർത്തമാന സമയത്തൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്ന ഇറാൻ തന്നെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിരന്തരം ഒരു രാജ്യത്തിന്, ഇപ്പോൾ എത്ര രാജ്യത്തെ ആക്രമിച്ചു, 16ഓളം രാജ്യം ഇപ്പോൾ യുദ്ധത്തിൽ ഇൻവോൾവ് ആയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 16ഓളം രാജ്യത്ത് ഇറാൻ ആക്രമിച്ചു എന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞിട്ടുണ്ട്, തുർക്കി ആക്രമിച്ചു. തുർക്കി സഹോദര രാജ്യമാണ്. അതോടെ അസർബൈജാൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇവരെ പോലും ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ അക്രമത്തിൻ്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ്. അത് എങ്ങനെയൊക്കെയാണ് ഇത് ചിന്തിക്കുന്നത് പറഞ്ഞാൽ, ഈ അസർബൈജാനിൽ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്, അപ്പോൾ അവിടുന്ന് തങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. തുർക്കിയിൽ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്, അവിടുന്ന് ആക്രമിച്ചിട്ടുണ്ട് അല്ല ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതാ ലിസ്റ്റിൽ പോലും ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അവിടെ രണ്ടാമതൊരു ഘട്ടത്തിൽ സധൈര്യം അമേരിക്ക അവരുടെ ബേസുകൾ കെട്ടിപ്പടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവസരം കിട്ടുന്ന സമയത്ത് അവരത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മാത്രമല്ല, ഈ ഒരു യുദ്ധം ഇറാൻ പ്രതീക്ഷിച്ചതാണ്. അവരതിൻ്റെ എല്ലാ സംവിധാന കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗികപരമായ രീതിയിൽ രാജ്യത്തിൻ്റെ കാര്യം രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ ഒറ്റപ്പെട്ട രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. കാര്യം എല്ലാ കാര്യങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൈനികർക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ സൈനികരാണെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത മേഖലയിൽ വെച്ചുകൊണ്ട് വ്യത്യസ്ത രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത് എന്നതിനാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൈനികരെ കൊലപ്പെടുത്തുന്നത് കൊണ്ടോ
അല്ലെങ്കിൽ സൈനിക ബേസ് ഇല്ലാതാക്കിയത് കൊണ്ടോ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കുകയില്ല. അതിന് പ്രത്യേകമായ രീതിയിൽ പറയുന്നത് നമ്മൾ പർവ്വതങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വൻ പർവ്വതങ്ങളുടെ ഒരു രാജ്യം കൂടിയാണ്. കുന്നിൻ പ്രദേശങ്ങളും പർവ്വതങ്ങളും തായ്വാരങ്ങളും ഈ ജനങ്ങൾ താമസിക്കാത്ത ഇടങ്ങളാണ് കൂടുതൽ ഇറാനിലുള്ളത്. ഈ മേഖലയിലാണ് യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ടത്. ഇവരാക്രമിക്കുന്ന തെഹ്റാനിലാണ്, പ്രവൃത്തി നടക്കുന്നത് മരുഭൂമിയിലാണ്. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. മാത്രമല്ല മൈനിങ് സംവിധാനം പോലും രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. വല്ല കാരണവശാലോ ഇറാനിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ അത് ഒരാഴ്ച അവർ പൊട്ടിത്തെറിക്കാൻ തന്നെ സമയം ഉണ്ടാവും. അതിനുശേഷം മാത്രമേ യുദ്ധം തന്നെ തുടങ്ങൂ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ കടലിൻ്റെ അകത്തും ഈ മൈനിങ് സംവിധാനം, സ്ഫോടക വസ്തു നിറച്ചിരിക്കുന്ന മൈനിങ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഭാവിയിൽ വല്ലാതെ ദിവസം കഴിയുന്നതിന് മുമ്പ് അത് ഉണ്ടാകും എന്നുകൂടിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.